മൂവാറ്റുപുഴ ബാർ അസോസിയേഷനിലെ അഭിഭാഷക സുഹൃത്തുക്കളെ നേരിട്ട് കണ്ട് സൗഹൃദം പുതുക്കിയും സഹായം അഭ്യർത്ഥിച്ചും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. ഇത്തരം കൂട്ടായ്മകൾ നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം വന്നതിനു ശേഷം ഇന്നലെ ജന്മനാടായ ഇടുക്കി നിയോജക മണ്ഡലത്തിലും ഇന്ന് മൂവാറ്റുപുഴ മണ്ഡലത്തിലുമാണ് ജോയ്സ് ജോർജ്. എങ്ങനെയുണ്ട്? ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം 2014 മുതൽ 19 വരെ പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഈ ജനങ്ങളുമായി ബന്ധമുണ്ടാക്കിയ വലിയ ബന്ധമുണ്ട്. 19 പാർലമെന്റ് ഇലക്ഷനിൽ പരാജയപ്പെട്ടതിന് ശേഷം ഈ പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ഞാനൊരു അഭിഭാഷകൻ കൂടിയായതുകൊണ്ട് അഭിഭാഷകരുടെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടുകയും ആ വിഷയങ്ങൾക്കകത്ത് പരിഹാരമുണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ അതിനാവശ്യമായ മറ്റ് നിർദ്ദേശങ്ങൾ നൽകുന്നതിനോ ഒക്കെ ശ്രമിച്ചു പോന്നിരുന്നു. അപ്പോൾ ആ വലിയ കൂട്ടായ്മയുടെ പിൻബലത്തിലാണ് ഈ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുന്നത്. കാരണം 2019 ആളുകൾ വൈകാരികമായി വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ 14 മുതൽ 19 വരെ പാർലമെന്റ് അംഗം എന്ന നിലയിലുള്ള നമ്മുടെ പ്രവർത്തനമോ അല്ലെങ്കിൽ ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന മതനിരപേക്ഷതയും ജനാധിപത്യവുമൊക്കെയായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളും ഒന്നും ഗൌരവതരമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. 24-ൽ ഗൌരവതരമായി ജനാധിപത്യവും മതനിരപേക്ഷതയും രാജ്യത്ത് നേരിടുന്ന പ്രതിസന്ധി, അതിനകത്ത് LDF ഇടതുപക്ഷത്തിന് ഉള്ള പങ്ക്, അതോടൊപ്പം തന്നെ ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ജനപ്രതിനിധികൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വസ്തുതാപരമായി വിലയിരുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പാണെന്നാണ് അഭിഭാഷകരും മറ്റുള്ള ആളുകളുമൊക്കെയായി സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ നമുക്ക് കിട്ടുന്ന, അവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം. തീർച്ചയായും അങ്ങനെ ആളുകൾ വസ്തുതാപരമായി ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തി വോട്ട് ചെയ്യുമ്പോൾ LDF ഇവിടെ ജയിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും. ഇതിപ്പോൾ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലാണ് ജോയ്സ് ജോർജ് മത്സരിക്കുന്നത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.